എന്താടാ, എന്തു പറ്റി? റയാന്റെ അവസ്ഥ കണ്ടവനെ തന്റെ നേർക്ക് പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ കാരണമേതുമില്ലാതെയെങ്കിലും റോബിന്റെ ഉള്ളിലും ഭയം പണം വിടർത്തിയിരുന്നു. ഇച്ചായ, എൻ്റെ കൊച്ച്. അവൻ വെപ്രാളത്തോടെ റോബിനെ അള്ളിപ്പിടിച്ചു. അവൾക്ക് എന്നാ പറ്റി? റോബിനും ഭയന്നു പോയിരുന്നു. അതിന്റെ പ്രതിഫലനമെന്നോണം അവന്റെ ചെന്നിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. റീജോ, അവൻ അവിടുണ്ട് ചായ. അവൻ എൻ്റെ പെണ്ണിനെ വല്ലതും ചെയ്യാൻ കർത്താവാണ്. ഒരിക്കൽ കാണിച്ച കാടിനെ ഞാൻ കാണിക്കത്തില്ല ചായ. തീർക്കും ഞാൻ അവനെ. റീജോ ആമിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയത്തിനു മുകളിൽ വാശിയോടെ പറയുന്നവനെ കണ്ട് റോബിനൊരു നിമിഷമൊന്ന് തറഞ്ഞു നിന്നു. റീജോയിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ലാതെ ആകെ മൊത്തത്തിലൊരു ശൂന്യതയിൽ പെട്ടുപോയിരുന്നു അവൻ. ഛേ, അവനെ മേലോട്ടെടുത്തെന്ന് കരുതിയതാ. എന്താടാ നീ ചാകാത്തത്? റയാൻ മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞതും റീജോയാകെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അവൻ സ്വന്തം തലമുടിയിൽക്കിടയിലൂടെ വിരൽ കൊടുത്ത് വലിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി. അപ്പോഴത്തെ അവന്റെ ഭാവവും പെരുമാറ്റവും കണ്ട് ഭയം തോന്നിയ ആമി ശ്വാസം പോലും വിടാതെ പിന്നിലേക്ക് ഇഴഞ്ഞു മാറാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് മുഖമുയർത്തി തന്നെ നോക്കിയ റീജോയുടെ മുഖഭാവം കണ്ട് അവളുടെ ഉടൽ വിറച്ചുപോയി. പല്ലുകൾ കടിച്ചു പിടിച്ച് കണ്ണ് ചുമപ്പിച്ച് വല്ലാത്തൊരു രൂപത്തിൽ ഇരിക്കുന്നതിനെ കണ്ടാൽ ആർക്കും ഒരു ഭയം തോന്നിപ്പോവും. എങ്ങോട്ടാടി നീ പോണത്? അവൻ രക്ഷപ്പെട്ടതുപോലെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഇല്ലടി. അവൻ കൊലവിളിയുമായി ഇങ്ങെത്തും മുന്നേ നിന്നെ ഞാൻ തീർത്തിരിക്കും. ആമിയുടെ കാലിൽ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ട് അവളുടെ മേലേക്ക് ചാടി വീണുകൊണ്ട് അലറി. റീജോ, വേണ്ട പ്ലീസ്. ഭയന്ന് വിറച്ച് കണ്ണുകൾ തുറപ്പിച്ച് ആമി അപേക്ഷ പോലെ പറഞ്ഞു. ഇല്ലടി. എല്ലായിടവും തോറ്റ റീജോയ്ക്ക് ഇവിടെയെങ്കിലും ജയിക്കണം. അതെനിക്ക് നിന്റെ ജീവനെടുത്തേ മതിയാവൂ. എന്നിട്ട് എൻ്റെ ജീവനെടുക്കാൻ പാഞ്ഞു വരുന്ന റയാൻ പോളിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം നിന്റെ ജീവനില്ലാത്ത ഈ ശരീരം. എന്നെ തോൽപ്പിച്ച് അവൻ നേടിയ നിന്റെ ഈ ശരീരം അവനെ കൊണ്ട് ഞാൻ തീറ്റിക്കുമടി. പറഞ്ഞതും റീജോ ഇരു കൈകളും കൊണ്ട് ആമിയുടെ കഴുത്തിൽ പിടിച്ചു. പകയും പ്രതികാരവും മൊത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. ശ്വാസമെടുക്കാൻ കഴിയാത്ത വെപ്രാളത്തിൽ അവന്റെ കൈകളിൽ അള്ളിപ്പിടിക്കുമ്പോഴും ആമിയുടെ ഉള്ളിൽ നിറയെ താനുള്ളിൽ പേറുന്ന ജീവൻ മാത്രമായിരുന്നു. ഈശ്വര, എൻ്റെ കുഞ്ഞ്. അവളുടെ ഹൃദയം അലമുറയിട്ടു. പക്ഷേ മുന്നിൽ മരണവുമായി നിൽക്കുന്നവനിൽ അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയിരുന്നില്ല. അവൻ ചുറ്റുമുള്ള എല്ലാത്തിനോടുമുള്ള വാശി പോലെ. തൊട്ടടുത്ത നിമിഷം ആ വീടിനൊന്നാകെ ഉലയ്ക്കുമാർ റീജോയുടെ നിലവിളി അവിടെ മുഴങ്ങി. ആമിയുടെ കഴുത്തിൽ മുറിയിരുന്ന അവന്റെ കൈകൾ താനെ അയഞ്ഞു. കണ്ണുനീർ നിറച്ച് തുറിച്ച മിഴികൾ താഴ്ത്തി അവൻ സ്വന്തം നെഞ്ചിലേക്ക് നോക്കി. ഞൊടിയിട കൊണ്ട് അവന്റെ വസ്ത്രങ്ങളിലേക്ക് മുഴുവനായി രക്തവർണം പടർന്നു. അത്രമേൽ നേർത്തൊരു മുരളലോടെ അവൻ ആമിക്കരികിലേക്ക് തന്നെ ചരിഞ്ഞു വീണു. റോബിന്റെ വണ്ടിയും അതിന്റെ പിന്നാലെ ഒരു പോലീസ് വാഹനവും ഭ്രാന്തമായ വേഗത്തിലായിരുന്നു കളരിക്കൽ തറവാടിന്റെ ഗേറ്റ് കടന്നകത്തേക്ക് പ്രവേശിച്ചത്. റോബിൻ പോർച്ചിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതും റയാൻ അതിൽ നിന്ന് ചാടി ഇറങ്ങി ഉള്ളിലേക്ക് ഓടി. പക്ഷേ പ്രധാന വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മാത്രമല്ല, ഭീകരമായൊരു നിശബ്ദത ആ വീടിനെയാകെ ചൂഴ്ന്നു നിന്നിരുന്നു. റയാൻ തിടുക്കത്തിൽ ചെന്ന് ഡോർ ബെല്ലടിച്ചെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അത് റോബിനെയും റയാനെയും ഭയത്തിന്റെ കാണാകയത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. ഇജായ, റയാൻ ഭയവും നിസ്സഹായതയും തുളുമ്പുന്ന സ്വരത്തിൽ വിളിച്ചതും റോബിൻ ആശ്വസിപ്പിക്കും പോലെ അവന്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. പിന്നെ തിരിഞ്ഞവർക്ക് പിന്നിൽ നിൽക്കുകയായിരുന്ന പോലീസുകാരെ നോക്കി വാതിൽ തുറക്കാനുള്ള ആജ്ഞ കൊടുത്തു. അതോടെ 2 പോലീസുകാർ മുന്നോട്ട് വന്ന് ആ വാതിൽ ആഞ്ഞു ചവിട്ടി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ലോക്ക് തകർന്ന് വാതിൽ മലർക്കെ തുറന്നതും റയാനും റോബിനും വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ അകത്തേക്ക് പാഞ്ഞു. ആമി, മമ്മി, ജെസ്സി. അവരിരുവരും വെപ്രാളത്തോടെ വിളിച്ചെങ്കിലും ആരുടെയും മറുപടി കേട്ടതേയില്ല. വീണ്ടും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ലീവിംഗ് റൂമിലേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ റയാന്റെ ഹൃദയം നിലച്ചു പോയിരുന്നു. ആമി, മോളെ. ഒരു നിലവിളിയോടെ അവൻ ഓടിച്ചെന്ന് ചലനമറ്റ് കിടക്കുന്ന ആമിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. പക്ഷേ റോബിൻ നേരെ പോയത് അവൾക്കരികിൽ തന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന റീജോയുടെ അരികിലേക്കായിരുന്നു. ചലനമറ്റ് കിടക്കുന്ന അവനിൽ ജീവന്റെ ഒരംശം പോലും ബാക്കിയില്ലെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും റോബിൻ വിറയാർന്ന കൈവിരൽ അവന്റെ മൂക്കിനോട് ചേർത്ത് വെച്ചു. ഒപ്പം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് വേദന അടക്കിക്കൊണ്ട് അവൻ റീജോയുടെ കണ്ണുകൾ തിരുമ്മി അടച്ചു. ആമി, മോളെ, കണ്ണു തുറക്കടാ. അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തന്റെ മാറോട് ചേർന്ന് കണ്ണുകളടച്ച് കിടക്കുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റയാൻ. പക്ഷേ അവൾ അതൊന്നും അറിയാതെ ഗാഢനിദ്രയിൽ നിന്നതുപോലെ കിടക്കുകയായിരുന്നു. എടാ, എന്തു പറ്റിയാണെന്ന് അറിയില്ല. വെച്ചോണ്ടിരുന്ന് വൈകിപ്പിക്കാതെ നീ വേഗം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. തന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് റോബിൻ പറഞ്ഞപ്പോഴായിരുന്നു റയാൻ അതേക്കുറിച്ച് ബോധം വന്നത് പോലും. അതോടെ അവൻ വേഗം ചാടി എണീറ്റ് ആമിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി.
താൻ കൂടെ ചെല്ല്. അവനാകെ നിലതെറ്റി നിൽക്കുക. ഡ്രൈവ് ചെയ്യിപ്പിക്കണ്ട, വേഗം ചെല്ല്. റോബിൻ പറഞ്ഞതും ആ രംഗങ്ങൾ കണ്ട് തറഞ്ഞു നിന്നിരുന്ന പോലീസുകാരിൽ ഒരുവൻ റയാന്റെ പിറകെ പുറത്തേക്ക് ഓടി. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ റോബിന്റെ വണ്ടി സ്റ്റാർട്ടായി പോകുന്ന ഒച്ച കേട്ടു. അതോടെ കണ്ണുകളൊന്നടച്ച് തുറന്ന് റോബിൻ റീജോയുടെ നേർക്ക് തിരിഞ്ഞു. തന്റെ കൂടപ്പിറപ്പാണ് ജീവനറ്റ് ചോരയിൽ കുതിർന്ന് കിടക്കുന്നതെന്നോർത്തതും അവന്റെ ഹൃദയം പിടഞ്ഞു. പക്ഷേ അതവൻ സ്വയം നേടിയെടുത്ത വിധിയാണെന്നോർക്കെ റോബിൻ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. അപ്പോഴാണ് റീജോ കിടക്കുന്നതിന് കുറച്ചു മാറി ഒരു മുട്ടുയർത്തി വെച്ച് അതിലേക്ക് തല താങ്ങിയൊരു പെൺകുട്ടി കുനിഞ്ഞിരിക്കുന്നവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം അതാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഞൊടിയിടയിൽ ആളെ തിരിച്ചറിഞ്ഞ റോബിന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ക്രിസ്റ്റി, മോളെ വിളിച്ചുകൊണ്ട് അവനൊരു കുതിപ്പിന് അവളുടെ അരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. മോളെ. താൻ അടുത്തെത്തിയത് പോലും അറിയാതെ അതേ ഇരിപ്പ് തുടർന്നവളുടെ തോളിൽ കൈവച്ച് റോബിൻ വിളിച്ചതും ഉടൽ മുഴുവനുമൊന്ന് വലയും മട്ടിൽ ഞെട്ടിത്തെറിച്ച് അവൾ മുഖമുയർത്തി റോബിനെ നോക്കി. പിന്നെ പിടയുന്ന അവളുടെ മിഴികൾ ജീവനറ്റ് കിടക്കുന്ന റീജോയുടെ നേർക്കൊന്ന് പാളി വീണു. കണ്ണുനീർ വറ്റിയ അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്താ മോളെ? റോബിൻ അവളെ ശിരസിലൂടെ തഴുകിക്കൊണ്ട് അലിവോടെ ചോദിച്ചു. ഞാനാ ചേട്ടായി. അവളുടെ ചുടികൾ മന്ത്രിച്ചത് കേട്ടതും റോബിന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അവൻ ക്രിസ്റ്റിയെ തുറച്ചു നോക്കി. മോളെ, നീ? ഞാനാ ചേട്ടായി, ഞാനാ ഇച്ചായനെ. ഞാൻ വരുമ്പോ ഇച്ചായൻ ആമി ചേച്ചി. അപ്പോഴാ ഞാൻ. ഇച്ചായൻ ഇനിയും തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ചേട്ടായി അതിനാ ഞാൻ ഇച്ചായനെ. ഇനി ഇച്ചായനൊരു തെറ്റും ചെയ്യില്ല. ഞാൻ സമനില തെറ്റിയതുപോലെ പുലമ്പുന്നവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മുന്നോട്ടെന്തെന്നറിയാതെ ഉഴറുകയായിരുന്നു റോബിന്റെ മനസ്സ്. കർത്താവേ, ഞാൻ എന്നതായി കാണുന്നേ? താഴേക്ക് വന്നത് നടുത്തളത്തിലെ കാഴ്ച കണ്ട് റൂബി നിലവിളിച്ചു പോയിരുന്നു. അവരുടെ ഇടവും വലവും നിന്ന് ജെസ്സിയും റോണയും പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും അവരെയൊക്കെ തട്ടിമാറ്റി റൂബി നിലത്ത് കിടക്കുന്ന റീജോയുടെ അരികിലേക്ക് വീണു പോയിരുന്നു. ഇതിനാണോടാ നീ വീണ്ടും വന്നത്? എന്തിനാടാ നീ എന്നെ ഇങ്ങനെ? നിന്നെ ഓർത്ത് ഉരുകി ഇതൊന്നും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കാതെ നിനക്കെന്റെ ജീവനെടുത്തുകൂടായിരുന്നോ? നിലത്തേക്കിരുന്ന് റീജോയുടെ ഇരു കവിളിലും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചങ്ക് പൊട്ടിക്കരയുന്ന ആ അമ്മയെ കണ്ടു നിൽക്കുമ്പോൾ എല്ലാവരുടെ നെഞ്ചുമൊന്ന് പിടഞ്ഞു പോയിരുന്നു. അല്ലെങ്കിലും എത്രയൊക്കെ തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞാലും സ്വന്തം മക്കൾക്കൊരാപത്ത് വന്നാൽ ഏതൊരമ്മയ്ക്കാ കരയാതിരിക്കാൻ കഴിയുക? മമ്മി, എണീക്ക് മമ്മി, പോലീസ് നിൽക്കുന്ന കണ്ടില്ലേ? ജെസ്സി ചെന്നവരെ പിടിച്ചെണീപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും റൂബി അവളെ കൂടെ തനിക്കരികിലേക്ക് ഇരുത്തി അള്ളിപ്പിടിച്ചതേയുള്ളൂ. ഇതൊക്കെ കാണാൻ മാത്രം പാപിയാണോ മോളെ ഞാൻ? നിങ്ങളോടൊക്കെ ഞാൻ എന്നേലും പാപം ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാ മമ്മി പറയുന്നേ? ജെസ്സി വേദനയോടെ അവരെ തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. തന്റെ നെഞ്ചിൽ തലയിട്ട് ഉരുട്ടി കരയുന്ന അവരെ കണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുക തന്നെയായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു പാപിയായി പോയല്ലോ കർത്താവേ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ച് ഇതൊന്നും കാണാൻ വെച്ചേക്കാതെ എന്നെ അങ്ങോട്ടെടുത്തുകൂടായിരുന്നോ നിനക്ക്? ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഞാൻ ജന്മം കൊടുത്തുകൊണ്ട് ജീവനില്ലാത്ത ശരീരം കാണേണ്ടി വന്നില്ലേ എനിക്ക്? ഇതിലും വലിയ എന്നാ ശിക്ഷയാ കർത്താവേ എന്നും നിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന എനിക്ക് നീ കരുതി വച്ചേക്കുന്നത്? സ്വയം നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഭ്രാന്തമായി കരയുന്ന അവരെ കണ്ട് എല്ലാവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. സാർ, പ്ലീസ്, അമ്മയെ അവിടുന്ന് മാറ്റിയാലേ ബാക്കി പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോകൂ. സോ പ്ലീസ്. ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞതും ക്രിസ്റ്റിക്കരിയിൽ ഒരു ജീവച്ഛവം പോലെ തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയായിരുന്ന റോബിൻ ദയനീയമായി അയാളെ ഒന്ന് നോക്കി. പിന്നെ പതിയെ എണീറ്റ് റൂബിക്കരികിലേക്ക് ചെന്നു. മമ്മി, മതി, ബാ. അടുത്തേക്ക് വന്നിരുന്ന് അവിടെ ഇരുന്നവരെ പിടിച്ചെണീപ്പിക്കാൻ നോക്കിയ റോബിൻ കണ്ടതും റൂബിയുടെ നിലവിളി കൂടുതൽ ഉച്ചത്തിലായി. മോനെ, നോക്കടാ. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ ഇവൻ നന്നാകുമെന്ന് നീയല്ലയോ എന്നോട് പറഞ്ഞത്? അതിനല്ലേ ഇവനെ നമ്മള്. എന്നിട്ട് എന്നതാടാ ഇവൻ? എനിക്ക് കാണാൻ വയ്യ മോനെ. എന്നെ കൂടങ്ങ് പിഴച്ചുപോയി. പക്ഷേ ഞാൻ പെറ്റതല്ലയോ? എനിക്കിത് കാണാണ്ടായോ എൻ്റെ കർത്താവേ? നിലവിളിച്ച് കുതറിക്കരയുന്ന റോബിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ റോബിനും ജെസ്സിയും റോണയും കൂടി നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ അപ്പോഴും അതൊന്നും അറിയാതെ ഒരുവൾ അപ്പോഴും ചുവര് ചേർന്നിരുന്നൊരു ഭ്രാന്തിയെ പോലെ പുലമ്പുന്നുണ്ടായിരുന്നു. ഞാനാ ഇച്ചായൻ ഇനി തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ ഞാനാ. അവളുടെ ചുടികൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുന്നിലെ ചെയറിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുമ്പോൾ റയാന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആമയും അവളുള്ളിൽ പേർന്ന തൻ്റെ കുഞ്ഞും മാത്രമായിരുന്നു. ആ നിമിഷം അവർക്കപ്പുറമൊന്നും തന്നെ ബാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഹലോ. ICUവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടർ വിളിച്ചപ്പോഴായിരുന്നു റയാൻ ആ ഇരിപ്പ് അവസാനിപ്പിച്ച് എഴുന്നേറ്റത്. ആ, ഡോക്ടർ ആത്മികയുടെ ഹസ്ബൻഡാണ് ഡോക്ടർ, റയാൻ പറഞ്ഞു. ചോദ്യഭാവത്തിൽ നിൽക്കുന്ന ഡോക്ടർക്ക് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തീർത്തും ഓക്കെ ആണെന്ന് പറയാൻ കഴിയില്ല.
റയാൻ: ആത്മിക ഓക്കെയാണ്, പക്ഷേ ബേബിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ കഴിയില്ല. ഈ സമയത്ത് ഒരമ്മയുടെ ശരീരത്തിൽ ഏൽക്കുന്ന മർദ്ദനങ്ങളും ശ്വാസം കിട്ടാതിരിക്കുന്ന അവസ്ഥയുമൊക്കെ ഉള്ളിലുള്ള കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകളും കൂടെയൊക്കെ നടത്തിയേ മതിയാകൂ. അതുവരെ തൽക്കാലം ആ കുട്ടിയെ ഐസിയുവിൽ തന്നെ കിടത്തിയേ പറ്റൂ. ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചതും റയാൻ തളർച്ചയോടെ ചുവരിലേക്ക് ചാരി നിന്നുകൊണ്ട് മുഖമമർത്തി തുടച്ചു. ഹേ റയാൻ, താനിങ്ങനെ തളർന്നാലോ? വിഷമിക്കാൻ വേണ്ടിയല്ല കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ മാത്രമാണ്. നല്ലത് സംഭവിക്കും. അമ്മയും കുഞ്ഞിനെയും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഡോക്ടർ റയാന്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾക്കൊന്നും അവനെ തണുപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഡോക്ടർ, ആമി സെഡേഷനില്ല. തൽക്കാലം കയറി കണ്ടോളാൻ പറയാൻ നിവൃത്തിയില്ല. നമുക്ക് നാളെ നോക്കാം. പറഞ്ഞിട്ട് ഡോക്ടർ നടന്നുപോയതും റയാൻ നിറകണ്ണുകളോടെ ആ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കിയെങ്കിലും അതിനുള്ളിൽ കൂടി പോലും ആമിയെ ഒന്ന് കാണാൻ സാധിക്കുമായിരുന്നില്ല. അധികം വൈകാതെ കളരിക്കൽ തറവാടിനെ ആകെ ജനക്കൂട്ടം വളഞ്ഞു. നിമിഷനേരം കൊണ്ട് അവിടെ സംഭവിച്ച ദുരന്തം കാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ തങ്ങളറിഞ്ഞ വിവരങ്ങൾക്കൊപ്പം അവരവരുടെ ഭാവന കൂടി ചേർത്ത് പൊടുപ്പും തൊങ്ങലും വെച്ച് കൂടുതൽ പേരിലേക്ക് വിവരം കൈമാറിക്കൊണ്ടിരുന്നു. പോലീസും മാധ്യമങ്ങളും കാഴ്ചക്കാരുമെല്ലാം കൂടി ആ വീടിന്റെ ഉള്ളിലേക്ക് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടായി. അതിനുള്ളിടെ കൂടി തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി റീജോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവനെ കൊന്ന കുറ്റത്തിന് ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ മനസ്സിന്റെ താളം തെറ്റിയവളെ പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പെണ്ണ്. അവളുടെ അവസ്ഥ കണ്ടു നിന്നവരൊക്കെ അവളെ കുറ്റപ്പെടുത്തണോ സഹതപിക്കണോ എന്നറിയാത്ത അവസ്ഥയിൽ അമ്പരന്ന് നിന്നതേയുള്ളൂ. അപ്പോഴും ആ വലിയ വീടിന്റെ ഉള്ളറകളിലെവിടെ നിന്നൊക്കെ റൂബി എന്ന പെറ്റമ്മയുടെ തേങ്ങലുകൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ റയാൻ ഒറ്റയ്ക്കായിരുന്നു ആമിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നത്. പക്ഷേ നേരം പുറഞ്ഞതോടെ എല്ലാം കൂടി ആലോചിച്ച് മനസ്സിന്റെ പിടിവിട്ടു പോകുമെന്ന് തോന്നിയ അവൻ ആമിയുടെ വീട്ടിലേക്ക് വിളിച്ച് നന്ദനോട് കാര്യങ്ങൾ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ ഒന്നുമേയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. നന്ദനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞ് കസേരയിൽ ചാരി കണ്ണുകളടച്ചിരിക്കുമ്പോഴാണ് റയാന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ റോബിനാണെന്ന് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഇച്ചായ, ആമിക്ക് എങ്ങനെയുണ്ടടാ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇച്ചായ, ഡോക്ടർ പറഞ്ഞത്. പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയണമെങ്കിൽ ഇനിയും എന്തൊക്കെയോ ടെസ്റ്റുകൾ കൂടി കഴിഞ്ഞാലേ പറ്റൂന്നാ പറയുന്നത്. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുവാ ഇച്ചായ. ഇത്രയൊക്കെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ അവനോടെന്നാ തെറ്റാ ഇച്ചായ ചെയ്തത്? ആമിയെ ഞാൻ അവൻ്റെന്ന് തട്ടിയെടുത്തതെന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പക. പക്ഷേ അന്ന് ആദ്യമായി അവളെ കണ്ട നിമിഷം അവൻ തന്നെയല്ലേ അവളെ അങ്ങനെ അവസ്ഥയിൽ കൊണ്ടിട്ടിട്ട് കൈ കഴുകി പോയത്? അന്നേരമല്ലേ ഞാൻ അവളെ. എന്നിട്ട് പിന്നെ ഞാൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയിട്ടും അവൻ അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോഴല്ലേ ഞാൻ തടസ്സം നിന്നത്? അതിൻ്റെ പേരിൽ എന്തൊക്കെയാ അവൻ. പക മൂത്തിട്ട് എന്നെ ഇല്ലാതാക്കാൻ ഒരുങ്ങുമ്പോൾ സ്വന്തം ചോരയാണെന്ന് ഓർത്തിട്ട് പോലും അവൻ്റെ കൈയൊന്നും അറച്ചില്ലല്ലോ ഇച്ചായ. ഇപ്പോൾ എൻ്റെ കുഞ്ഞ്. പറഞ്ഞു വന്നപ്പോഴേക്കും റയാന്റെ സ്വരമിടറി കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരയിലേടാ, എല്ലാം കഴിഞ്ഞില്ലേ? അവൻ ചെയ്തു കൂട്ടിയതിനെല്ലാം പകരമായി അവൻ തന്നെ. ആ, അതെല്ലാം കഴിഞ്ഞല്ലോ, പോട്ടെ. ക്രിസ്റ്റി പറഞ്ഞ പോലെ ഇനി ഏതായാലും അവൻ വീണ്ടും വീണ്ടും ഓരോ തെറ്റുകൾ ചെയ്യുന്നത് കണ്ട് നമുക്ക് വേദനിക്കണ്ടല്ലോ. എല്ലാം അവസാനിപ്പിച്ചു പോയില്ലേ? റോബിന്റെ സ്വരത്തിലും വേദന കലർന്നിരുന്നു. ആ നേരത്ത് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത വിമിഷ്ടത്തോടെ റയാൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് നെഞ്ചിൽ പതിയെ തടവി. എല്ലാം അവനാ ചെയ്തു കൂട്ടിയത്. എന്നിട്ടവൻ മൂട്ടിലെ പൊടിയും തട്ടി പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പുറകെ കിടന്ന് അനുഭവിക്കുന്ന എത്ര പേരാ? ക്രിസ്റ്റി, അവളെ രക്ഷിക്കേണ്ടായ ഇച്ചായ. പാവം, അതിൻ്റെ കൈകൊണ്ട് തന്നെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ, റയാൻ വേദനയോടെ പറഞ്ഞു. ആ വേണം, ഇതവൻ ചോദിച്ചു വാങ്ങിയ വിധിയാ. അതിൻ്റെ പേരിൽ ഏതായാലും ആ പെങ്കൊച്ചിനെ കുരുതി കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ അവസാനിച്ചില്ലേ എന്തൊക്കെയായിരുന്നു സംഭവിക്കുക എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും നട്ടല്ലിന്നൊരു പെരുപ്പാ. അവളെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത് ഇച്ചായ. നമ്മൾ ഏറ്റെടുത്തത് അവളെ. എന്നിട്ട് അവസാനം അതൊരിക്കലും പാടില്ല. എനിക്കറിയാടാ. പക്ഷേ എന്നതാ ഇച്ചായ? എന്തോ പറയാൻ മടിച്ചിട്ടെന്ന പോലെ റോബിൻ നിന്ന് എടുക്കുന്നത് കണ്ട് റയാൻ പിരികം ചുളിച്ച് ചോദിച്ചു. അത് എടാ, ആ കൊച്ചിന്റെ സമനില ഏതാണ്ട് തെറ്റിയ മട്ട. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പോലും ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നു പോലും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇച്ചായൻ തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ ഞാൻ കൊന്നു പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ജീവനറ്റ് കിടന്നത് നമ്മുടെ കൂടപ്പിറപ്പാ. പക്ഷേ അതിനെക്കാട്ടിൽ ദണ്ണം തോന്നിയത് അതിനെ അങ്ങനെ കണ്ടപ്പോഴാടാ. റോബിൻ പറഞ്ഞത് കേട്ട് നിൽക്കുമ്പോൾ ആ രംഗം മുന്നിൽ കണ്ടതുപോലെ റയാന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു.
അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വേദനയമർത്തി. ഒരുപാട് വേദനയ്ക്കിടയിൽ ക്രിസ്റ്റിയും ഒരു വേദനയായി തൻ്റെ ഇടനെഞ്ചിലേക്ക് തറഞ്ഞു കയറുന്നത് റയാൻ ഉള്ളൊരുക്കത്തോടെ അറിഞ്ഞു.